ഹായ് ഡിയേഴ്സ്, സ്റ്റിച്ച് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് പഞ്ചിനീഡിൽ കൊണ്ടൊരു എംബ്രോയ്ഡറി ഡിസൈനുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത ചുരിദാറിൻ്റെ അടിഭാഗത്തായിട്ട് കുറച്ച് എംബ്രോയ്ഡറി ചെയ്യുന്നു. നമ്മുടെ ഈ വീഡിയോയും ഗിവ് അവേ ലിസ്റ്റിലുള്ള വീഡിയോയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് പിന്നാലെ പറയാം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ സെലക്ട് ചെയ്തേക്കുന്ന നൂലുകൾ, അതായത് ഈ പ്രിൻറ്റഡ് തുണിയിൽ ഉള്ള കളറുകൾ സെലക്ട് ചെയ്തു. അതുപോലെ ഡിസൈൻ ഇങ്ങനെ ജസ്റ്റ് വരച്ചു കൊടുത്തേക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ റോങ് സൈഡിലാണ് നമ്മൾ ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത് റോങ് സൈഡിൽ, നല്ല വശത്ത് ഡിസൈൻ വരുന്നു, അങ്ങനെയാണ്. അപ്പോൾ റോങ് സൈഡിൽ വരയ്ക്കാൻ പാടായതുകൊണ്ട് നല്ല വശത്ത് വരച്ചിട്ട് ഇതുപോലെ ഒരു കാർബൺ വെച്ചു. ഇനി ഇതിൻ്റെ പുറത്തുകൂടി ഞാനൊരു മഷി തീർന്ന പേന കൊണ്ട് വരച്ചു കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ അടിയിൽ നന്നായിട്ട് പതിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഒന്ന് രണ്ട് പൂക്കൾ ഞാൻ ചെയ്ത് നോക്കി. ഇനി ഇത് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നീഡിലൊന്ന് ശ്രദ്ധിക്കണം. ഇതിൻ്റെ നീഡിലിൻ്റെ ലെങ്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഈ നീഡിലിൻ്റെ ലെങ്ത് നമുക്ക് 2, 4, 6, 8 അങ്ങനെ 12 വരെയുണ്ട്. അപ്പോൾ 12ൽ വയ്ക്കുമ്പോഴാണ് നീഡിലിന് മാക്സിമം ലെങ്ത് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ വർക്ക് ചെയ്യാനായിട്ട് എടുത്തേക്കുന്ന മീഡിയം സൈസ് നീഡിലാണ്. 8, 10, 12 അത്രയും എടുത്താൽ മതി. പക്ഷേ അത് ഫിക്സ് ചെയ്ത് വയ്ക്കുക, അത് പിന്നെ മാറ്റരുത്. ഇനി നമുക്ക് ഇതിനെ ഒരു ഔട്ട്ലൈൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ നമ്മൾ റൗണ്ട് വരച്ചിട്ടില്ലേ, അതിന് ഒരു ഔട്ട്ലൈൻ കൊടുക്കാം. അപ്പോൾ ഇത് ചെയ്യുന്നതോടൊപ്പം ഞാൻ അടിയിൽ കൈകൊണ്ട് പ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്, നൂല് കൊരുക്കുന്നത് എങ്ങനെയെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പഞ്ചിനീഡിലിൻ്റെ ബാക്കി വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവസാനം ചെയ്ത 2 ഞാൻ കൈകൊണ്ട് പിടിച്ചില്ല. അപ്പോൾ ആ വ്യത്യാസം നിങ്ങൾ കണ്ടില്ലേ, ചെറിയ ലൂപ്പുകളാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിങ്ങനെ ഒന്ന് അഴിച്ചിട്ട് ഞാൻ ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ഇതിൻ്റെ നൂല് കുറച്ച് അധികം അഴിച്ചിട്ടേക്കുക, ഫ്രീ ആയിട്ട് നിൽക്കാൻ വേണ്ടി. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. അത് വേണമെങ്കിൽ ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ റൗണ്ട് വൈസ് ആയിട്ട് തന്നെ ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ നിരത്തിയൊക്കെ ചെയ്താൽ എങ്ങനെ വേണോ ചെയ്തെടുത്താൽ മതി. ഇത് ഫില്ല് ചെയ്തെടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഗിവ് അവേയുടെ കാര്യം ഒന്നും കൂടി പറയാം. അതായത് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുന്ന ആളിനായിരിക്കും ഈ നീഡിൽ അയച്ചു തരിക. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ കാണുന്നവരെല്ലാവരും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഷെയർ ചെയ്യുന്ന ആൾക്കാർ ഈ വീഡിയോയുടെ നിങ്ങളുടെ കമൻറ്റിന് താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. അതാണ് നമ്മൾ നേരത്തേക്ക് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്ഥിരം കാണുന്ന ആൾക്കാർക്ക് ഇതറിയാം. ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നല്ല വശത്ത് കിട്ടുന്നത്. ഇനി ഇതിനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ലൂപ്പുകളായിട്ടാണ് ഇരിക്കുന്നത്. ഇതിനെ കട്ട് ചെയ്ത് ഒരേ ലെവലാക്കി കൊടുക്കുക. ചിലപ്പോൾ ഇതിനകത്ത് ചെറിയ ചെറിയ ലൂപ്പുകളൊക്കെ കാണും. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് നോക്കി നന്നായിട്ട് കൈകൊണ്ട് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തട്ടി നോക്കി ഒരേ ലെവലാക്കി കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലെങ്ങനെ ഗ്ലൂ തേക്കുന്നതെന്ന് നോക്കാം. ഇതുപോലെ കുറച്ചൊരു വലിയ ഡ്രോപ്പ് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ കൈകൊണ്ട് തേച്ച് പറ്റിച്ചു കൊടുത്താൽ മതി. ഈ തുണിയുടെ പുറത്ത് പറ്റാതെ നോക്കുക. തുണിയുടെ പുറത്തല്ല, ഈ എംബ്രോയ്ഡറിയിൽ പുറത്ത് പറ്റാതിരിക്കുക ശ്രദ്ധിക്കുക. കാരണം അങ്ങനെ പറ്റിയാൽ ആ ഒരു ഫെയ്ഡ്, അതായത് അതിൻ്റെ ഒരു ഷെയ്ഡ് അവിടെ കാണും, ഗ്ലൂവിൻ്റെ ഒരു പാട് അവിടെ കാണും, ഒരു വൃത്തികേടായിരിക്കും. അപ്പോൾ ഇത് ഞാൻ ആദ്യം ചെയ്തൊരു ഡിസൈനാണ്, ആദ്യം ചെയ്തൊരു പൂവാണിത്. ഗ്ലൂ തേച്ച് ഒട്ടിച്ചേക്കുവാണ്. ഇപ്പോൾ നമ്മളൊരു ഫ്രെയിം കംപ്ലീറ്റ് ചെയ്ത ശേഷം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഗ്ലൂ തേക്കുന്നതും ഒരുമിച്ച് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ എല്ലാം അങ്ങനെയാണ് ചെയ്തത്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഒരു എണ്ണം മാത്രം ആദ്യം ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഈ പൂക്കളൊക്കെ ഞാൻ നീഡിൻ്റെ ലെങ്ത് 8 സെൻറ്റിമീറ്റർ വെച്ചാണ് ചെയ്തത്. ആദ്യം ചെയ്തത് 12ലാണ് ചെയ്തത്. അപ്പോൾ 8ൽ ചെയ്താൽ നമുക്കൊരുവിധം വൃത്തിയായി കിട്ടും കേട്ടോ. നമുക്ക് കട്ട് ചെയ്യാൻ പാകത്തിന് കിട്ടും, ഒരേ ലെവലിന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വെള്ളയും നീലയും ഡബിൾ ഷെയ്ഡ് നൂലാണ്, അതുകൊണ്ടാണ് അതങ്ങനെ ഇരിക്കുന്നത്. അതൊരു ഭംഗിയുണ്ട് അങ്ങനെ ചെയ്തതുകൊണ്ട്. ഇനി ഗ്ലൂ തേക്കുന്നതും ഇതുപോലെ ഒരുമിച്ച് തേച്ച് കൊടുക്കാം. നമുക്ക് ഈ മൊത്തം ഡിസൈൻ ചെയ്യാൻ നമുക്ക് മൊത്തം 1 മണിക്കൂറേ വേണ്ടി വരത്തുള്ളൂ.
പിന്നെ ഈ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് ഉണങ്ങി കിട്ടണമെങ്കിൽ ഇതിൻ്റെ പുറത്ത് ഒരു പേപ്പർ ഇട്ടിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതി, ചെറുതായിട്ട് അയൺ ചെയ്താൽ മതി. അപ്പോൾ ആദ്യം ഞാൻ ഇതുപോലെ സ്റ്റോൺസ് വെച്ച് നോക്കി. ആ പ്രിൻ്റഡ് തുണിയിലുള്ള കളറ് സ്റ്റോൺ തന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതുകൊണ്ട് ആദ്യം അതൊന്ന് വെച്ച് നോക്കി. പിന്നെ അത് കൊള്ളാൻ തോന്നിയുണ്ട് ഒട്ടിച്ചു കൊടുത്തു അതും കൂടി. അപ്പോൾ ആദ്യം ഇതുപോലെ 2 എണ്ണം ചേർത്ത് വയ്ക്കത്തക്ക രീതിയിൽ ഗ്ലൂ തേച്ച് കൊടുത്തു. ഫുള്ള് ഗ്ലൂ തേച്ച് കൊടുത്ത ശേഷം സ്റ്റോൺസ് വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാനിത് വേഗം ഒട്ടാൻ വേണ്ടി ഇതിനെ ഒന്ന് മറിച്ചിട്ടു. അതായത് തുണിയിൽ ഈ സ്റ്റോൺസ് ഒട്ടിയിരിക്കുകയാണ്, പക്ഷേ ഒരുപാട് അങ്ങ് സ്റ്റിക്കി ആയില്ല. മറിച്ച് വെച്ചിട്ട് ഈ പേപ്പറോട് കൂടി ഒന്ന് അയൺ ചെയ്ത് കൊടുത്തു. അപ്പോൾ പെട്ടെന്ന് ഇതങ്ങ് ഒട്ടിപ്പിടിച്ചു. അപ്പോൾ നിങ്ങൾ സ്റ്റോൺസ് ഒക്കെ വെക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇത് ഒട്ടിയിരിക്കുന്നതായിട്ട് തോന്നുമെങ്കിലും പെട്ടെന്ന് ഇളകിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇതാകുമ്പോൾ നമ്മളൊന്ന് അയൺ ചെയ്ത് കൊടുത്താൽ നല്ലതായിട്ട് പെട്ടെന്ന് അങ്ങ് ഒട്ടിപ്പിടിച്ചോളും. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസൈൻ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.